പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 3 15ാമത്തെ എപ്പിസോഡാണ്. ലാസ്റ്റ് എപ്പിസോഡ് സപ്പോർട്ട് കാരണം ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആയിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ചെറുത്തുറക്കുന്നതിനെ കാണിക്കുന്നത് നമ്മുടെ മാർസ് ആണെങ്കിൽ വേഷമൊക്കെ മാറിയിട്ട് വില്ലേജ് പീപ്പിൾസിനെ ആക്രമിക്കുന്നതാണ്. വില്ലേജിലെ ഗാർഡ്സിന്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ളവനെ നമ്മുടെ മാർസ് അടിച്ച് പരിപാക്കി വിടുകയാണ്. വൈകുന്നേരം വന്നവനുണ്ടല്ലോ, അവൻ ഒരുപാട് സ്ട്രോങ് ആണ്. എനിക്ക് തോന്നുന്നു മാർസ് ലെവലിൽ സ്ട്രോങ് ആണ് അവൻ. നമ്മുടെ ഷീബാരാനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഉള്ളതിലെ തന്നെ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ആളെ നീ ആക്രമിക്കണം. അവൻ വീക്ക് ആണെന്നുള്ള കാര്യം വന്ന ആൾ ഒരുപാട് സ്ട്രോങ് ആണെന്ന് അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എഗൈൻ നീ പറഞ്ഞ ഐഡിയ ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആകും. മാർസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വിട്ടതെന്ന് തന്നെ പറയാൻ ഹോളി നൈറ്റ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ഒരുപാട് സ്ട്രോങ് ആണെന്ന് അവർക്ക് മനസ്സിലാക്കാനാണ്. ഒരു സ്ഥലത്ത് നമ്മൾ ഡ്രോൺ മറച്ചു വെച്ചിട്ട് ഒരു ഹോളി സ്പിരിറ്റ്സിനെ പോലെ നിൽക്കാനുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട, ഞാനില്ല നിങ്ങളെ രക്ഷപ്പെടുത്തോളാം എന്ന് പറഞ്ഞു പെട്രിഫിക്കേഷൻ വെപ്പണും കൊണ്ടുവരും. സമയത്ത് തന്നെ ആ ഡ്രോൺ ആണെങ്കിൽ ആ വെപ്പൺ അവിടെ വെച്ച് ക്യാച്ച് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കയ്യിൽ പെട്രിഫിക്കേഷൻ വെപ്പൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മാർസ് ആക്രമിക്കത്തില്ല. മാർസ് നമ്മളെ കൊന്നാൽ പോലും അതിൽ അത്ഭുതമില്ല. തന്നെ അവർ ഒരുപാട് സ്ട്രോങ് ആണ്. ഞാൻ ഗിരസാമിയും കളത്തിലേക്ക് ഇറങ്ങണം എന്ന് മാർസ് പറയുന്നു. പെട്രിഫിക്കേഷൻ വെപ്പൺ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മാർസിന്റെ ടാർഗറ്റ് നമ്മളായിരിക്കും. നമ്മുടെ യൂസി പറയുന്ന സമയത്ത് അപ്പൊ മാർസിനെ തടുക്കാൻ വേണ്ടി നമ്മുടെ വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ വേണം. തന്നെ നമ്മുടെ സേക്കോ ആണെങ്കിൽ ഒരു സ്പിന്നർ പോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുകയാണായിട്ടുള്ള മാർസിനെ തടുക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് ദ്രാക്ഷ സാധനം എന്നൊക്കെ പറയട്ടെ. നമ്മുടെ ക്രോം അത് പോയി സൂക്ഷിച്ചു നോക്കുകയാണ്. എന്ന സമയത്ത് തന്നെ മോഡേൺ ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നത് എന്ന് നമ്മുടെ സ്ത്രീക്ക പറയുകയാണ്. ഗണ്ണാണോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും ഷോക്ക് ആകുകയാണ്. ഇതിന്റെ സ്ട്രക്ചർ വളരെയധികം സിമ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. ഫൈനലി എനിക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു സയൻസ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതിനകത്തിൽ ഗൺ പൗഡറും ബുള്ളറ്റും കൂടി ഇട്ടിട്ട് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ തോക്കിനകത്തിൽ വെക്കാൻ ഡിക്റ്റേറ്റർ ഇല്ല. ഒരുപാട് യൂസ് ചെയ്തിട്ട് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഗണ്ണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഈ സയൻസ് ഒന്നും മനസ്സിലാകത്തില്ലേ എന്ന് നമ്മുടെ ഗെയിൻ പറയുകയാണ്. ഉണ്ടാക്കുന്ന സാധനം തന്നെ നമ്മുടെ വേലിൽ തന്നെ വരാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട്. ആസിഡ്, മെർക്കുറി, ആൽക്കഹോൾ ഒക്കെ വെച്ച് പോലത്തെ ഒരു സാധനം യൂസ് ചെയ്ത് ഗൺ പൗഡർ വെച്ച് പോകുന്നത് പോലാണ് സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത്. പണ്ട് സുഖാച്ചനെ തടുക്കാൻ വേണ്ടി നമ്മൾ ഗൺ പൗഡർ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നോ എന്ന് നമ്മുടെ തൈജു സേക്കുവിനോട് ചോദിക്കുകയാണ്. നമ്മളും ഇപ്പൊ അത് തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. മോഡേൺ പീപ്പിൾസിന്റെ അതിലുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കുന്നുണ്ടായിരിക്കും നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനം എന്തൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന്. ഈ ലോകത്തിനെ തന്നെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഡീമനെയാണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മുടെ സേക്ക് പറയുകയാണ്. ഈ സാധനത്തിന് ചീത്ത സാധനമെന്നോ നല്ല സാധനമെന്നോ പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഇത് യൂസ് ചെയ്യുന്ന ആളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാര്യങ്ങളെല്ലാം. നമ്മുടെ ഓക്കെ പറയുന്ന സമയത്ത് നമ്മുടെ റിയൂച്ചി പറയുകയാണ്, കണ്ണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഉപയോഗിച്ചുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. വെച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആർക്കും ഒരു പ്രശ്നം സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. മാർസിനെ ആക്രമിക്കുകയാണെങ്കിൽ തന്നെ മാർസിനെ നമുക്ക് കുറച്ച് നേരം മാത്രമേ തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കൂ. മാത്രമല്ല ഇപ്പൊ മാർസിന് എന്തെങ്കിലും വലിയ പഴുക്കൾ ഉണ്ടായെങ്കിൽ തന്നെ അവനെ പെട്രിഫൈ ചെയ്യും. പിന്നെ ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അവന് വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. 7 ബുള്ളറ്റ്സ് ആ ഗണ്ണിന്റെ അത്തിൽ നിറയ്ക്കുകയാണ്. എന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ആര് ഷൂട്ട് എന്ന് പറഞ്ഞ് അവർ ചിന്തിക്കുകയാണ്. സേക്കു പറയുകയാണ്, നമ്മുടെ കൂട്ടത്തിലും പണ്ടത്തെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, അങ്ങനെ ആ പോലീസ്മാനെ നമ്മുടെ സേക്കു റിവൈവ് ചെയ്യുകയാണ്. ഇത് എനിക്ക് ഒട്ടും ശരിയായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൈഡെടുത്ത് ഒരു ബാഡായിട്ടുള്ള വെപ്പൺ കൊടുക്കുന്നതെന്ന് പറയുന്നത് അത് ഒട്ടും ശരിയല്ല. ഇതുവരെ കണ്ടോ എന്തോ വൃത്തികേടാണെന്ന് കണ്ടോ എന്ന് നമ്മുടെ ക്രോം പറയുകയാണ്. വളരെയധികം വീക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളാണ്, സോ ഇവനെ കൺട്രോൾ ചെയ്യുന്നത് സിമ്പിൾ ആണ് എന്ന് നമ്മുടെ ഗെൻ പറയുകയാണ്. ഇത് തന്നെ ഫസ്റ്റ് ഗൺ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനാടാ, തന്നെ നിന്റെ പേര് വരും എന്ന് നമ്മുടെ ഗെൻ പറയുകയാണ്. ഇത് തന്നെ നമ്മുടെ അനാലിസിസ് ആണെങ്കിൽ അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീരനാണെന്ന് പറഞ്ഞിട്ട് ആ പോലീസ്മാനെ കയറി കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ അനാലിസിസ്. ഇതേ സമയത്ത് തന്നെ ഉന്നോണ്ടോ നോക്കാൻ വേണ്ടി ബോട്ടിൽസ് ഒക്കെ നിരത്തി വെച്ചിട്ട് അവനോട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. സോ നമ്മുടെ പോലീസ്മാൻ വളരെയധികം സ്റ്റൈലൊക്കെ ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒറ്റയൊരു കുപ്പിയെ പോലും ബുള്ളറ്റ് കയറുന്നില്ല. പക്ഷെ നോക്കുന്ന സമയത്ത് മേളിൽ നിന്ന് ഒരു പാമ്പ് താഴേക്ക് വീരുകയാണ്. പോലീസ്മാൻ അത് അറിയാതെ വെടിവെച്ച് തറയിലിട്ടാണെങ്കിലും ബാക്കിയുള്ള വിചാരിച്ചിരിക്കുന്നത് പോലീസ്മാൻ കറക്റ്റ് ആയിട്ട് തന്നെ ആ പാമ്പിനെ നോക്കി ഷൂട്ട് ചെയ്തതാണെന്ന്. എന്നാൽ അങ്ങനെ മാസ് സ്റ്റൈലൊക്കെ ഇട്ടിട്ട് പോലീസ്മാൻ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. സോ നമ്മുടെ ഈ മിഷന് വേണ്ടിയത് 4 കാര്യങ്ങളാണ്: ഹുഡീസ്, ഗൺ, വയർ. വീട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് മിഷന് വേണ്ടി പോകാൻ വേണ്ടി സാധിക്കും. 4 പേരെയൊക്കെ വിടാം ഹുഡീസ് ഇട്ട്, അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ പേടിക്കും. യൂസൂറി ആണെങ്കിൽ ഹുഡീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതേസമയത്ത് തന്നെ ലാബിലൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ശബ്ദം പുറത്തേക്ക് വരുന്ന ശബ്ദം വേറെ ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ അമാർലസ് ആണെങ്കിൽ ഗാർഡ്സിനോടൊക്കെ ചെന്ന് എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തു, എനിക്കത് താങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. അമ്മ ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ അടിക്കുന്ന ആളെ ആയിരിക്കും ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. അമാർലസിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഗാർഡ്സ് എല്ലാവരും കൂടെ ഡ്രം എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ്മാൻ ഷൂട്ട് ചെയ്യുന്ന ശബ്ദം വെളിയിലോട്ട് അങ്ങനെ കേൾക്കത്തില്ല. നമ്മുടെ അണ്ണനാണെങ്കിൽ തോക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അട്ടിൽ വെച്ചിട്ട് എങ്ങനെയാണ് ആ വെപ്പൺ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മുടെ സേക്കിനോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഡ്രോൺ യൂസ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ കയർ യൂസ് ചെയ്ത് വലിച്ചായിരിക്കും അത് എടുക്കാൻ വേണ്ടി പോകുന്നത്. വലിച്ചെടുക്കാൻ വേണ്ടി സ്ട്രോങ് ആയിട്ടുള്ള പീപ്പിൾസിനെ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെ റിവൈവ് ചെയ്യുകയാണ് നമ്മുടെ സേക്കു. കീണറോ ആണെങ്കിൽ നമ്മുടെ ജീനോനെ അവിടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കീണറോയ്ക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ കീണറോയ്ക്ക് മനസ്സിലാക്കിയാണ്. നിങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ലെന്ന് നമ്മുടെ അമാർലിസിസ് പറയുന്നു. ഇനി തിരിച്ചു വരുമോ എന്ന് നമ്മുടെ സേക്കുനോട് ചോദിക്കുന്ന സമയത്ത് ബാഹു പെട്ടെന്ന് ബുദ്ധി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ അവനെ ഉറപ്പായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമെന്ന് നമ്മുടെ സേക്കു പറയുന്നു. നമുക്ക് ഇനി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാരിയറിനെ കണ്ടുപിടിക്കണം ഫ്രണ്ട് ലൈനിൽ പോകാൻ വേണ്ടി. ലൈനിൽ പോകുന്ന ആളിന് അടിയൊക്കെ കിട്ടാൻ വേണ്ടി ഒരുപാട് ചാൻസ് ഉണ്ട്.
അതിന് പോകാൻ വേണ്ടി തയ്യാറാണ് എന്നുമായിട്ട് നമ്മുടെ കീണർ ആണെങ്കിൽ ഫ്രണ്ട് ലൈനിൽ പോകാൻ വേണ്ടി റെഡി ആകുകയാണ്. ആർമിയുടെ മുഴുവൻ്റെയും ഫ്രണ്ട് ലൈനിൽ പോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കീണറോ ആയിരിക്കും. അടുത്തൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഒരുപാട് അധികം ഓവറായിട്ട് കയർ പിടിച്ച് വലിക്കുകയാണെങ്കിൽ കയർ ഉറപ്പായിട്ട് പൊട്ടിപ്പോകും. തന്നെ നമ്മുടെ സേക്കോ ആണെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള കയർ പോലത്തെ ഒരു വയർ ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കാൻ വേണ്ടി ഒരു സാധനത്തിലിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണം. ചുറ്റുന്ന കാര്യം കണ്ടുകൊണ്ട് നമ്മുടെ ക്രോമിന് ഒരു കാര്യം വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. വരുന്ന സമയത്ത് ഇതെങ്ങനെയാണ് സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? എയറോസ്കോപ്പിക് എഫക്ട്. സോ ഇത് കാരണമാണ് എർത്ത് വരെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഡ്രോൺ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി സെന്ററിൽ ഒരു ബെയറിംഗ് വെച്ച് ചുറ്റിയാൽ പോലെ ക്രോം വരുന്ന സമയത്ത് നീ പറഞ്ഞത് ശരിയാണ് ക്രോം, പക്ഷേ ഞാൻ ഇതിനു മുമ്പ് തന്നെ ഈ സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രോണും നല്ല രീതിയിൽ തന്നെ സ്റ്റേബിൾ ആയിട്ട് പറക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കൺട്രോൾ ചെയ്യുന്ന സാധനവും നമ്മുടെ സേക്കോ ഉണ്ടാക്കുകയാണ്. ഒരുപാടധികം ചുറ്റലുണ്ടല്ലോ എന്നുമായിട്ട് നമ്മുടെ ഗന്നിന് തല ഇറങ്ങുകയാണ്. ഈ സാധനത്തിന്റെ സയൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റിൽ പറയുക, ഞാനത് പിൻ ചെയ്ത് വെക്കാം. മോശമായി പോയിട്ടോ? അതെ, ഭയങ്കര മോശമായി പോയി. അതെ അതെ. ഇത് കൺട്രോൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരാളായിരിക്കണം. അതിന് തന്നെ എല്ലാ ആൾക്കാരും നമ്മുടെ റിവ്യൂസിനെ നോക്കുകയാണ്. സോ അപ്പം ഞാൻ തന്നെ വേണം ഇത് കൺട്രോൾ ചെയ്യുക എന്നുമായിട്ട് നമ്മുടെ റിവ്യൂസ് ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുകയാണ്. വീഡിയോ ഗെയിം ഒക്കെ കളിച്ചത് ഇപ്പം നല്ല രീതിയിൽ തന്നെ ഉപകാരമായി എന്ന് നമ്മുടെ റിവ്യൂസ് പറയുന്നു. അപ്പം ഗെയിം അല്ല കളിക്കുന്നത്, എല്ലാ ആൾക്കാരും വളരെയധികം സീരിയസ് ആയിട്ട്. മാഗ്മയ്ക്ക് ആണെങ്കിൽ ആ ഗണ്ണിന്റെ മേലെ ഒരു കണ്ണുണ്ട്. അങ്ങനെ ഫൈനലി ഡ്രോൺ കംപ്ലീറ്റ് ആകുകയാണ്. അതിനടുത്തുള്ള ആ മലയുടെ അവിടെ ആയിട്ട് നമുക്ക് ആക്രമിക്കാം എന്ന് നമ്മുടെ മാർച്ചിന് ഇൻഫർമേഷൻ കൊടുക്കുകയാണ് നമ്മുടെ സേക്കോ. ഡീസൊക്കെ ഇട്ടിട്ട് നമ്മുടെ സേക്കോ ടീമാണെങ്കിൽ ആക്രമിക്കാൻ വേണ്ടി ആ സ്ഥലത്തിലേക്ക് പോവുകയാണ്. നമുക്ക് എല്ലാ ആൾക്കാരെയും ആക്രമിച്ച് വിജയിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. നമ്മൾ കുറച്ചുപേരെ ആക്രമിച്ച് നമ്മൾ സ്ട്രോങ് ആണെന്ന് തെളിയിച്ചിട്ട് കേഷൻ ബീം നമ്മളെ മേലെ യൂസ് ചെയ്യുന്നത് പോലെ നമ്മൾ ആക്കുന്നു എന്ന് നമ്മുടെ മാർസിന് സിഗ്നൽ കൊടുക്കുകയാണ് നമ്മുടെ സേക്കോ. വരിയില്ല, ഞാനും കിറാസാമി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാര്യം ചിന്തിക്കേണ്ട, നമ്മളെല്ലാരും കൂടെ ചേർന്നിട്ട് അവരെല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടി പോവുകയാണെന്ന് നമ്മുടെ ഒരാശി ബാക്കി ഗാർഡ്സും കൂടെ അവരെ നേരെ നടക്കുകയാണ്. ഇവിടെ എന്തോ വേണ്ടാത്ത കാര്യം നടക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് നമ്മുടെ ബാർക്കിന് ചെറുതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ബാഡ് പീപ്പിൾസ് എല്ലാം വരുന്നുണ്ട്, നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് നമ്മുടെ സ്പീക്കർ ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും അവരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അവരെങ്ങനെങ്കിലും പെട്രിഫിക്കേഷൻ ബീം യൂസ് ചെയ്യാൻ ഡ്രോൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ യൂസ് അത് പിടിച്ചു ടീം അത് വലിച്ചെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുമാണ് ഇരിക്കുന്നത്. നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വന്ന ഉറപ്പായിട്ട് പോലീസ്മാൻ അവനെ ഷൂട്ട് ചെയ്തോളൂ. പ്രശ്നം എന്ന് പറയുന്നത് തന്നെ മാർസാണ്. സോ ഇത് 3 ആൾക്കാരുടെ ബാറ്റിലാണ്. വെരിഫിക്കേഷൻ ടീമും കിങ്ഡം ഓഫ് സയൻസും ഈ 2 കിങ്ഡത്തിനെയും ഇല്ലാതാക്കണം എന്ന് പറയുന്ന മാർസിന്റെയും യുദ്ധമാണ്. ഈ ബാറ്റിൽ തന്നെ ഇതിനെല്ലാത്തിന്റെയും ഒരു അവസാനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സേക്ക് പറയുകയാണ്, വെപ്പൺ എടുക്കുന്നത് അത്രയ്ക്ക് സിമ്പിൾ അല്ല. ആണെങ്കിൽ ഇപ്പൊ ഫ്രണ്ട് ലൈനിൽ നിൽക്കുകയാണ്. റാശിയാണെങ്കിൽ തന്റെ ഗാർഡ്സിനോട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. നല്ല രീതിയിൽ തന്നെ അറിയാം, ഫൈറ്റ് ചെയ്ത് ഒരിക്കലും ഇവരുടെ അടുത്തൊന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പെട്രിഫിക്കേഷൻ ബീം എങ്ങനെയെങ്കിലും അവരെടുക്കണം. നമ്മുടെ ജീനറാണെങ്കിൽ ഫ്രണ്ട് ലൈനിൽ നിന്നിട്ട് എല്ലാ ആൾക്കാരെയും അടിച്ച് തറയിലിടും. ഞങ്ങളെല്ലാം വളരെയധികം പവർഫുൾ ആണെന്ന് അവർ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ പെട്രിഫിക്കേഷൻ ബീം അവരെടുക്കും. നമ്മുടെ ജീനറോയും ഫൈറ്റിന് വേണ്ടി റെഡിയാക്കിയാണ്. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കും. നിങ്ങൾ ആ ലാസ്റ്റ് എപ്പിസോഡ് എന്ന സപ്പോർട്ട് കാരണമുണ്ടല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആയി. പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയും വന്നത്. ഇങ്ങനെ നിങ്ങൾ സപ്പോർട്ട് തന്നാൽ ഉറപ്പായിട്ടും പെട്ടെന്ന് വീഡിയോ ആർക്കെങ്കിലും അതിനെ തെറി വിളിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നോക്കിക്കോളാം. അല്ലേ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് റീലൊക്കെ അയച്ചാൽ ഞാൻ അതൊക്കെ കണ്ടിട്ട് റിയാക്ട് ഒക്കെ. ഫ്രാഗ്മെന്റ് ഓഫ് ദ ഫ്ലവർ എന്ന് പറഞ്ഞ ആനിമിയിലെ ആനിമി ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ നിങ്ങൾ കമന്റ് ചെയ്ത് പറ. അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. പേര് എന്നോട് ചോദിക്കുന്നുണ്ട് അത് ചെയ്യാവോ എന്ന് പറഞ്ഞ്. സോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്ത് പറയുക. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ടാറ്റ ബൈ, സീ യു.